അങ്ങനെ നമ്മൾ രാവിലെ 6:10 ഇറങ്ങിയിരിക്കുകയാണ് കറക്റ്റ്. ഇപ്പോൾ നമുക്ക് സമയം ഏതാണ്ടൊക്കെ വെളുത്ത് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഒരു മഴക്കാറൊന്നും ഇല്ലാന്നുള്ളൊരു സന്തോഷമാണ് മെയിനായിട്ടുള്ളത്. ഇനി ഞാൻ ബാക്കിയുള്ളത് പോകുന്ന വഴിക്ക് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയ വഴിക്കാണ് ഞാൻ നേരെ ഒരു ഓട്ടോറിക്ഷ കയറിയിട്ട് ഞാനിപ്പോൾ യാത്ര തുടങ്ങാൻ പോകുന്ന സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ഏതിനാണ് യാത്രയാണത്, എവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകുമ്പോൾ ഒരു യാത്രയാണെന്നല്ലേ. അതെ, ഒരു ചെറിയ എറണാകുളം സെക്കൻഡ് ക്ലാസ് യാത്രയാണ്. അപ്പോൾ കുറേ നാളെ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എറണാകുളം പോകുമ്പോൾ നിങ്ങളെ കൂടെ ഡിജിറ്റലായിട്ട് എൻ്റെ കൂടെ കൊണ്ടുപോകാന്നുള്ളത്. അപ്പോൾ ഞാൻ പോകുന്ന വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ നാളെ എൻ്റെ ബാക്കി ലിസ്റ്റിൽ ഇട്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ. സോ ഞാൻ അതിലാണ് കയറാൻ പോകുന്നത്. 7:10 ട്രെയിൻ. ഞാൻ ഇത്ര നേരത്തെ സ്റ്റേഷനിൽ വരാൻ കാരണം എനിക്ക് പ്രോപ്പറായിട്ടൊരു വിൻഡോ സൈഡൊക്കെ പിടിച്ച് അടിപൊളിയായിട്ട് പോകണം എന്നുള്ള രീതിക്കാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. സോ ട്രെയിൻ എങ്ങനെയാണ് വരുന്നത്, ലേറ്റ് ആവുക, അവിടെ എത്താൻ എങ്ങനെയാണ്, പോകുന്ന വഴിയിലുള്ള കാഴ്ചകളെല്ലാം ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തുകൊണ്ടാണ് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റേഷൻ വന്നത്, തൃശ്ശൂർ സ്റ്റേഷൻ അല്ലല്ലോ, നിങ്ങൾ ആ നേരത്തെ കണ്ട വീഡിയോ നിങ്ങൾക്ക് തോന്നും. അല്ല, തൃശ്ശൂരല്ല, ഞാൻ പൂങ്കുന്നത്താണ് വന്നിരിക്കുന്നത്. പൂങ്കുന്നത്ത് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിൻ പൂങ്കുന്നത്ത് സ്റ്റോപ്പുണ്ട്. ഞാൻ ഇതുവരെ പൂങ്കുന്നത്തിൽ നിന്ന് ഇതുവരെ കയറി പോയിട്ടില്ല. സോ ഞാൻ വിചാരിച്ചു ഒരു ഡിഫറൻറ്റ് ഇതാവും പൂങ്കുന്നത്തിൽ നിന്ന് കയറി പോകാമെന്ന് വെച്ചിട്ടാണ് ഞാൻ പൂങ്കുന്നത്ത് വന്ന് ടിക്കറ്റ് എടുത്തത്. പിന്നെ ഇവിടെ തിരക്കൊന്നും ഉണ്ടാവില്ല ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പോകുന്നത് ഈ ഗുരുവായൂർ എറണാകുളം എന്ന് പറയുന്ന ഒരു പാസഞ്ചർ പോലത്തെ ട്രെയിനാണ്, എല്ലാ സ്റ്റോപ്പുകളാണ്. സോ ഞാൻ ആദ്യമായിട്ടാണ് ഈ ട്രെയിനിൽ പോകുന്നത്. ഇതുവരെ ഞാൻ പോയിട്ടില്ല ഈ ട്രെയിനിൽ. ഞാൻ ഇതിന് മുന്നേ ജനശതാബ്ദി, കേരള സമ്പർക്ക് ക്രാന്തി അതിലൊക്കെ പോയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേഗം പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് JS അല്ലെങ്കിൽ കേരള സമ്പർക്ക് ക്രാന്തി ഇൻ്റർസിറ്റി ഒക്കെ ഓപ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് അതിനെ യാത്ര രസിച്ച് ട്രെയിനിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ട്രെയിൻ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഈ ട്രെയിനിൽ പോകാൻ ചൂസ് ചെയ്തത്, പൂങ്കുന്നത്തിൽ നിന്ന് കയറിയത്. ഞാൻ കയ്യോടെ തന്നെ കൗണ്ടിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് നേരെ കയറിയത് പ്ലാറ്റ്ഫോമിലേക്കാട്ടോ. 2 പ്ലാറ്റ്ഫോമിലുള്ള ഒരു ചെറിയ സ്റ്റേഷനാണ്. എന്നാൽ പോലും നല്ല ഭംഗിയാണ് കേട്ടോ. 2 സൈഡിലും മരങ്ങളും ഒരു ചെറിയ ഓവർബ്രിഡ്ജും കൂടെ പോകും. അതിൻ്റെ ഇടയിൽ കൂടെ ട്രെയിൻ പോകുന്നത് കാണാനായിട്ട് നല്ല ഭംഗി തന്നെയാണ് കേട്ടോ. ചെറുതായിട്ടൊരു ചാറ്റൽ മഴയും പൊടിയുന്നത് കൊണ്ട് തന്നെ നല്ലൊരു പ്രത്യേകിച്ചൊരു ഭംഗി പിന്നെയും ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഞാൻ കൗണ്ടിൽ നിന്ന് എടുത്ത ടിക്കറ്റ് കേട്ടോ. ഈ വണ്ടി മൊത്തം അണ്ടർസേർഡ് ആയതുകൊണ്ട് തന്നെ സെക്കൻഡ് ക്ലാസ് ആണ് മൊത്തം ഉള്ളത്. സോ ഒരാൾക്ക് 20 രൂപയെന്നുള്ളൂ പൂങ്കുന്നത്തിൽ നിന്ന് എറണാകുളം ജംഗ്ഷൻ വരെ. നമുക്ക് എറണാകുളം ജംഗ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് സൗത്തിലും ഇറങ്ങാം, നോർത്തിലും ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഏത് കോച്ചിൽ വേണമെങ്കിലും നമുക്ക് കയറാം. ഞാനിപ്പോൾ പോകുന്ന ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ നാളെ എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഇട്ട് വെച്ചിരുന്ന ഒരു ട്രെയിനാണ് കേട്ടോ, ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ. ഞാൻ ഒരു ട്രെയിൻ വീഡിയോ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. എനിക്ക് എറണാകുളത്തൊരു ചെറിയ 2-3 പരിപാടികളുണ്ട്. സോ അതും എത്രത്തോളം നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ ഷൂട്ട് ചെയ്ത് കാണിക്കാന്നുള്ളൊരു വിശ്വാസത്തിൻ്റെയാണ് ഞാൻ ഇറങ്ങുന്നത്. സോ ഈ ട്രെയിൻ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തുകൊണ്ടാണ് ഈ ട്രെയിൻ എടുത്തതെന്ന്. എനിക്ക് പതുക്കെ നിന്ന് പോകാനാണ്. എനിക്ക് വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിത് ചൂസ് ചെയ്തത്. നിന്ന് പതുക്കെ ഓരോ സ്ഥലങ്ങൾ കണ്ടുപോകാന്ന്. ഈ തിരക്കുള്ളവർക്ക് ഇതിൻ്റെ ബാക്കിൽ ജനശതാബ്ദി ഉണ്ട്, കേരള സമ്പർക്ക് ക്രാന്തി ഇൻ്റർസിറ്റി ഉണ്ട്, അതൊക്കെ ചൂസ് ചെയ്ത് പോട്ടോ. മെല്ലെ ഇങ്ങനെ ജേണി ആസ്വദിച്ച് പോകണം എന്നുള്ളവർക്ക് ഈ ട്രെയിനും ചൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ട്രെയിൻ അങ്ങനെ പോകുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. ഒരു 7:10 ആകുമ്പോഴേക്ക് നമ്മുടെ ട്രെയിൻ സ്ഥിരം വരുന്ന പോലെ തന്നെ കറക്റ്റ് ടൈമിൽ തന്നെ വന്നു. ഗുരുവായൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് തന്നെ തോന്നുന്നു. അല്ലാണ്ട് ലേറ്റ് ആക്കാണ്ട് തന്നെ മഴയത്ത് കറക്റ്റായിട്ട് മന്ദം നമ്മുടെ ട്രെയിനിങ്ങിൽ വരുന്നതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സെൻട്രലായിട്ടാണ് നിന്നത്. പക്ഷേ ഇത്തിരി 2-3 കോച്ച് ബാക്കിലേക്ക് ഇറങ്ങി എനിക്ക് കയറേണ്ടി വന്നെങ്കിലും എനിക്ക് അടിപൊളിയായിട്ട് എൻ്റെ വിൻഡോ സീറ്റ് തന്നെ പിടിക്കാൻ പറ്റിട്ടോ. അങ്ങനെ ഒരു 3 മിനിറ്റിൻ്റെ ഒരു ഹോൾട്ട് ഇതൊക്കെ ശേഷം നമ്മുടെ ട്രെയിൻ പതുക്കെ പൂങ്കുന്നത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കൊരു 2 മിനിറ്റിന് 3 മിനിറ്റിൻ്റെ അകം തന്നെ നമുക്ക് നമ്മുടെ മെയിൻ സ്റ്റേഷനായ തൃശ്ശൂരിലേക്ക് എത്തും. പക്ഷേ തൃശ്ശൂരിലേക്ക് എത്തുമ്പോഴത്തേക്കും വന്നൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് മഴ പൊടിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ പേടിച്ചു കേട്ടോ, വീഡിയോ ഷൂട്ടിങ്ങിന് കുഴപ്പം വരുമെന്ന്. പക്ഷേ വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി. തൃശ്ശൂർ എത്തുമ്പോൾ തന്നെ ഒരു തിരക്കും കയറിയതുകൊണ്ട് തന്നെ അതും നമ്മളൊന്ന് പേടിച്ചിട്ട് അവിടെ നിന്നും പതുക്കെ നമ്മൾ യാത്ര തുടങ്ങി കേട്ടോ. തൃശ്ശൂരിൽ നിന്ന് ട്രെയിൻ എടുത്തപ്പോൾ തന്നെ നമുക്ക് നല്ലോണം തിരക്കുണ്ടായിരുന്നു കേട്ടോ. കാരണം ഓഫീസിൽ പോകുന്നവരൊക്കെ ഡെയിലും പ്രിഫർ ചെയ്യുന്നൊരു ട്രെയിനാണിത്. എല്ലാവരും ഇങ്ങനെക്കൂടെ ചാലക്കുടി, അങ്ങനെ ആലുവ, അങ്ങനെ മാറി ഇറങ്ങുന്ന കുറേ ആൾക്കാർ കയറുന്നതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. സോ സ്വാഭാവികമായിട്ട് നമുക്ക് കുറച്ച് തിരക്ക് തിങ്ങിക്കൂടിയൊക്കെയാണ് വീഡിയോ എടുക്കേണ്ടി വന്നത്. അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊരു മഴയും കൂടെ പൊടിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് പേടിയായി. പക്ഷേ നമുക്ക് വേറൊരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് മഴയത്തൊരു ട്രെയിൻ യാത്ര കിട്ടി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു കേട്ടോ. നല്ല മഴയത്ത് നമുക്ക് അടിപൊളിയായിട്ടൊരു സെക്കൻഡ് ക്ലാസ് യാത്രയാണ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ പോകുന്നതോറും നല്ല അടിപൊളി വിഷ്വൽസൊക്കെ തന്നെയാണ് എനിക്ക് മഴയത്ത് കിട്ടിയത്. ഞാൻ അതൊക്കെയാണ് നിങ്ങൾക്കിപ്പോൾ ഷൂട്ട് ചെയ്ത് കാണിച്ചിരുന്നത് കേട്ടോ.
തൃശ്ശൂരിൽ നിന്നൊക്കെ എടുത്ത് നമ്മൾ കുറേ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ തന്നെ ചെറിയൊരു മഴ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ മഴയൊന്നും എനിക്കൊരു വിഷയമല്ല. ഞാൻ ഗ്ലാസ്സൊക്കെ തന്നെ പൊക്കി വെച്ച് ആ ട്രാക്കിൻ്റെ ഒക്കെ ഒരു സൗണ്ട് കേട്ട് തന്നെയായിരുന്നു ഞാൻ വീഡിയോ എടുക്കേണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പുറത്തെ സൈഡിൽ തിരക്കുണ്ടായിരുന്നു. അത് നമ്മൾ വലിയ കാര്യമാക്കില്ലാണ്. തിരക്ക് ഭയങ്കരമാണെന്ന് നമുക്ക് ഈ ട്രെയിനിൽ അറിയാമല്ലോ. പിന്നെ നല്ലവണ്ണം കാഴ്ചകളും കിട്ടി, ചാറ്റൽ മഴയും കിട്ടിയപ്പോൾ ഞാൻ പിന്നെ വേറെ ഒന്നും നോക്കാറില്ല കേട്ടോ. അങ്ങനെ നമുക്ക് ട്രെയിൻ വലിയ സ്ലോ ഒന്നുമല്ല കേട്ടോ, നല്ല സ്പീഡിൽ തന്നെയാണ് അത്യാവശ്യം പോകേണ്ടത്. യൂഷ്വലി ഈ ട്രെയിൻ ലേറ്റ് ആവാറെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ ഞാൻ കയറിയ ദിവസമാണെന്ന് എനിക്കറിയില്ല. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയായിരുന്നു പോകേണ്ടായിരുന്നത്. നമുക്ക് ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചും ഈ ട്രാക്കിൻ്റെ സൗണ്ടൊക്കെ കേട്ടും ഈ വളവുകളും തിരുവുകളൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടോ. അങ്ങനെ ട്രെയിൻ അത്യാവശ്യം നല്ല ഇതിൽ തന്നെ പോയിട്ട് നമ്മൾ ഈ ട്രെയിനിൻ്റെ സെക്കൻഡ് ഹോൾട്ടായ പുതുക്കാടിലേക്ക് കേട്ടോ എത്തിയത്. തൃശ്ശൂർ കഴിഞ്ഞാൽ ഒല്ലൂർ നിൽക്കും കേട്ടോ. ഒല്ലൂർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിൽക്കുന്നത് പുതുക്കാടാണ്. പുതുക്കാട് എത്തിയപ്പോഴത്തേക്ക് നമ്മൾ മെയിൻ ട്രെയിനിൽ നിന്ന് ലൂപ്പ് ട്രാക്കിലേക്ക് കയറി കേട്ടോ. ലൂപ്പ് ട്രാക്ക് എന്ന് പറഞ്ഞാൽ അവിടെയാണ് ട്രെയിൻ പതുക്കെയാണ് ലൂപ്പ് ട്രാക്കിൽ നിന്ന് നമുക്ക് സ്റ്റേഷനിലോട്ട് കയറുള്ളൂ. അപ്പോൾ അവിടെ നമുക്കൊരു ഹോൾട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ട്രെയിനിൽ കയറാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് ബാക്കിയുള്ളവർ കയറിയതിന് ശേഷമായിരുന്നു നമുക്ക് വീണ്ടും അടിപൊളി യാത്ര ക്യാപ്ചർ ചെയ്യാൻ പറ്റിയത്. പുതുക്കാടിൽ നിന്ന് ട്രെയിൻ നിൽക്കുമ്പോൾ തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡെയിലി ഓഫീസിൽ പോകുന്നവർക്കൊക്കെ ഈ ട്രെയിൻ ഭയങ്കര ഉപകാരമാണ് കേട്ടോ. ഈ ഒരു കുറഞ്ഞ നിരക്കിൽ ഇത്രയും ദൂരത്തേക്ക് ഒരു യാത്ര ചെയ്യുന്ന ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇതിൽ തന്നെയല്ലേ കയറുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് സ്റ്റുഡൻസിനും ഭയങ്കര ഉപകാരമാണ്. ഈ നിന്ന് പോകുന്നതുകൊണ്ട് ഓരോ സ്ഥലത്തു നിന്നും കയറി ഇറങ്ങാനായിട്ടുള്ള ഒരു ഈസിനെസ് എല്ലാം തന്നെ ഈ ട്രെയിൻ ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് യാതൊരു രീതിയിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഈ യാത്ര എന്ന് വെച്ച് പറയുന്നത്. കാരണം ആൾക്കാർ കയറി ഇറങ്ങിപ്പോയാലും സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇരിക്കുള്ളൂ കേട്ടോ. അല്ലാത്തവരൊക്കെ മറ്റേ നിൽക്കുന്ന പരിപാടി തന്നെയായിരുന്നു. ഞാൻ നിൽക്കുന്ന പരിപാടി അങ്ങനെ അധികം കണ്ടിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ ഈ കയറിയ ട്രെയിൻ ശരിക്കും നിൽക്കണത് കണ്ടപ്പോഴത്തേക്കും ഞാനും വിചാരിച്ചു ഓരോ ആൾക്കാരെ ബുദ്ധിമുട്ട് ഡെയിലി വന്നു പോകുന്ന കഷ്ടപ്പാടൊക്കെ ഞാൻ ആലോചിക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പുതുക്കാടിയിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ നേരെ അടുത്ത ഹോൾട്ട് എത്തിയത് ഇരിഞ്ഞാലക്കുട കേട്ടോ. ഇരിഞ്ഞാലക്കുട സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേക്കും അവിടെയും കുറേ പേര് ഇറങ്ങണമെങ്കിലും അതിൻ്റെ ഇരട്ടി തന്നെ ആൾക്കാർ വീണ്ടും നമുക്ക് ട്രെയിനിൽ കയറിയിരുന്നു. അപ്പോൾ ഞാനും വീണ്ടും ബുദ്ധിമുട്ടോന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് അപ്പോഴും വലിയൊരു പണി പോലെ തോന്നിയില്ല കേട്ടോ. ആൾക്കാർ നിൽക്കണമെങ്കിൽ നല്ല കോർഡിനേറ്റ് ചെയ്തായിരുന്നു നിൽക്കണ്ടായിരുന്നതും ട്രാവൽ ചെയ്യുന്നതും. പക്ഷേ ഞാൻ ഈ അധികം ഡോർ സൈഡിൻ്റെ അടുത്തൊന്നും പോയി ഷൂട്ട് ചെയ്യുന്നില്ല കേട്ടോ. എനിക്ക് ഇരുന്നിടത്ത് തന്നെ എനിക്ക് നല്ലോണം ഷൂട്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് ഈ ട്രെയിനിൽ കിട്ടിയിരുന്നു കേട്ടോ. ഏതാണ്ടൊക്കെ നമ്മൾ എറണാകുളത്തിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ അങ്കമാലി സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ട്രെയിൻ ടോട്ടലി ഫുള്ളായിട്ടുള്ള ഒരു രീതിയിലായിട്ട് നമുക്ക് കാണാൻ പറ്റിയത്. പിന്നെ ട്രെയിനിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല ഇതായിരുന്നു. കാരണം എല്ലാവരും ഓരോ സീറ്റിലേക്ക് 5-6 പേരൊക്കെ വെച്ചിട്ടായിരുന്നു ഇരുന്നിരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ബുദ്ധിമുട്ടി തിങ്ങിയൊക്കെ ഇരുന്നെങ്കിലും നമുക്ക് നല്ല നല്ല കാഴ്ചകൾ കിട്ടി കേട്ടോ. അങ്കമാലി കഴിഞ്ഞപ്പോഴേക്കും നല്ല കോടം മൂടിയ പാടങ്ങളും അങ്ങനത്തെ ഒരു വ്യൂ ഒക്കെ കിട്ടി തുടങ്ങിയപ്പോഴേക്കും നമ്മൾ വീണ്ടും ആ തിരക്കൊക്കെ മറന്ന് നമ്മൾ വീണ്ടും ഈ എൻജോയ് ചെയ്യാൻ തുടങ്ങി കേട്ടോ ഈ കാഴ്ചകളൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ പതുക്കെ കൊച്ചി എടുക്കാറാകുമ്പോഴത്തേക്കും ആ ഡിലേ എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നല്ലോണം മാറി കിട്ടി. ഞാൻ വിചാരിച്ചു കൊച്ചിയിലാവും പണി കിട്ടാമെന്ന്. ഏതാണ്ടൊക്കെ നമ്മൾ ആലുവ ആ പെരിയാർ അതൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ട്രെയിനിൻ്റെ ഡിലേ പതുക്കെ കുറഞ്ഞു വന്ന് നമ്മൾ ഓൾമോസ്റ്റ് ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ ആലുവയിലേക്ക് എത്താറായിരുന്നു കേട്ടോ. അങ്ങനെ കോട മൂടിയ പെരിയാറൊക്കെ കഴിഞ്ഞ് നമ്മൾ ആലുവ എത്തുന്ന സമയത്താട്ടോ വന്ദേ ഭാരത് യാദൃശികമായി എനിക്ക് ക്രോസിങ് കിട്ടിയത്. പക്ഷേ എനിക്ക് ഫുള്ള് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഒരു അരഭാഗത്തു നിന്നാണ് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. കാരണം എനിക്ക് ക്യാമറ ഓൺ ആക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഒരു പാതി കടന്നു പോയിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ പതുക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെ എറണാകുളത്തിൻ്റെ ഭംഗിയായി കായലുകൾ ചാനലായിട്ട് തിരിയണം കേട്ടോ നമ്മൾ ഈ കാണുന്നത്. കായലിൽ ഓരോ ഭാഗങ്ങൾ ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ സ്പ്രെഡായി പോകും. സോ അത് നമുക്ക് മര്യാദയ്ക്ക് ക്യാപ്ചർ ചെയ്യാൻ കിട്ടി. എല്ലാത്തിനും കാരണം ഈ ട്രെയിൻ പതുക്കെ പോകണോണ്ടാട്ടോ. പിന്നെ നമ്മൾ വീണ്ടും ഒരു ബ്രിഡ്ജ് ഇങ്ങനെ ക്രോസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്താണ് നമുക്ക് വീണ്ടും ഇതിൻ്റെ തന്നെ വേറൊരു ഭാഗം കാണാൻ കിട്ടിയത്.
അങ്ങനെ നമ്മൾ വീണ്ടും പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ പതുക്കെ പതുക്കെ ഒരു ചാറ്റൽ മഴയുടെ ഒരു സുഖവും കെട്ടി നമ്മളിങ്ങനെ പോകുന്ന സമയത്താണ് നമ്മൾ ലൂർദ് പള്ളിയുടെ സ്ട്രെച്ചിലേക്ക് എത്തി കേട്ടോ. ലൂർദ് ഹോസ്പിറ്റലും ആ പള്ളിയുടെ സ്ട്രെച്ച് ഇതെനിക്ക് എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് സ്ട്രെച്ചാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഴിയിൽ വണ്ടി നിന്ന് കഴിയുമ്പോൾ രണ്ട് സൈഡിലും കൊച്ചിയുടെ രാവിലെ തന്നെ ബ്ലോക്ക് കാണാൻ നല്ല രസമാട്ടോ. ബൈക്കും ബസ്സും എല്ലാം കൂടെ കുത്തി കയറി ആ വഴി ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ നടുക്ക് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ മിക്ക സമയത്ത് ആലോചിക്കാറുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു സിഗ്നൽ കിട്ടി വണ്ടി നിന്നിരുന്നെങ്കിൽ ഈ കാഴ്ചകളൊക്കെ കാണാമല്ലോ. പക്ഷേ എനിക്ക് ഈ വണ്ടിയിൽ പോകുന്നതും ഈ റൂട്ടിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതും അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയായിരുന്നു. നമ്മൾ അതിങ്ങനെ ആസ്വദിച്ച് ട്രെയിൻ സ്പീഡും പതുക്കെ പോകണതുകൊണ്ട് തന്നെ നമുക്ക് അതൊരു വലിയ ഫാക്റ്റായിരുന്നു ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ആസ്വദിച്ച് നമ്മൾ പതുക്കെ എറണാകുളം ടൗൺ ലക്ഷ്യമാക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പതുക്കെ ഒരു 9:10 ആകുമ്പോഴേക്കും നമ്മൾ എറണാകുളം ടൗൺ സ്റ്റേഷൻ്റെ അകത്തേക്കാട്ടോ ഇപ്പോൾ ട്രെയിൻ കയറിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റേഷൻ എനിക്ക് ഇഷ്ടമാണ്. കാരണം ഈ സ്റ്റേഷൻ ഒരു ഷേപ്പ് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വളഞ്ഞ രീതിക്കാണ് ഈ സ്റ്റേഷൻ ഉള്ളത്. എറണാകുളം നോർത്ത് എന്ന് പറയുന്നത് എറണാകുളം ടൗണിനാട്ടോ ഈ സ്റ്റേഷൻ്റെ ഒരു പേര്. അപ്പോൾ ഇവിടെ ട്രെയിൻ നിൽക്കുമ്പോൾ നമുക്ക് ട്രെയിനിൻ്റെ സെൻറ്ററിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡ് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. കാരണം ട്രെയിൻ മെയിൻലി നിൽക്കുന്നത് ആ ഒരു രീതിക്കായതുകൊണ്ട് തന്നെ. ഇതുവരെ നമ്മൾ ലേറ്റൊന്നും അല്ല, ഒരു 9:10 നമ്മൾ കറക്റ്റ് ടൗണിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ കറക്റ്റ് സമയം എന്ന് പറയുമ്പോൾ 9:20 9:20 നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് ആദ്യത്തെ സ്ഥലത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി പോവാം. സൗത്തിൽ ഇനി പുറത്ത് സിഗ്നലൊന്നും കിട്ടാണ്ട് പിടിച്ചിടാണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് 9:20 ആകുമ്പോഴേക്കും കയറും. പ്രതീക്ഷിക്കുക അവിടെ തേപ്പ് കിട്ടാണ്ട് നമ്മൾ പോകുന്നുള്ളതൊരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് ടൗണിലിപ്പോൾ. ഈ ട്രെയിൻ എപ്പോഴും തേപ്പ് വന്നിട്ടുള്ള ടൗണിലാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഇപ്പോൾ ആദ്യമായിട്ടാണ്. തേപ്പ് കിട്ടാണ്ടിരുന്നാൽ ഭാഗ്യമായിരുന്നു. വലിയ ലാഗൊന്നും ഇല്ലാണ്ട് നമ്മളിത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ കിടക്കുന്ന സൗത്ത് ബസ് സ്റ്റാൻഡാണിത്, KSRTC ബസ് സ്റ്റേഷൻ. ഇതൊക്കെ എന്നാണാവോ ശരിയാവുക, ആർക്കറിയാം. കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ എറണാകുളം സൗത്തിലേക്ക് എത്താട്ടോ. 9:20 വെച്ച് കഴിഞ്ഞാൽ 9:20 എത്തി. നമുക്ക് ടൗണിൽ നിന്ന് ഒരു തേപ്പും കിട്ടിയില്ല. കറക്റ്റായിട്ട് തന്നെ വണ്ടി എടുത്തു. കറക്റ്റായിട്ട് എന്താ ഇപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് സൗത്തിൻ്റെ ഉള്ളിലേക്ക്. ജനശതാബ്ദി JS വന്ന് കിടക്കുന്നുണ്ട്. കോഴിക്കോട് തിരുവനന്തപുരം കോഴിക്കോട് JS കിടക്കുന്നുണ്ട്. നമ്മൾ കറക്റ്റ് പ്ലാറ്റ്ഫോം നമ്പർ 6 കയറണമെന്ന് എനിക്ക് തോന്നാം. 6 നമ്മൾ കറക്റ്റ് 9:20 കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ ട്രെയിൻ ഞാൻ പറയുകയാണെങ്കിൽ പ്രിഫറബിൾ ആണ്. കാരണം 2 മണിക്കൂറിനുള്ളിൽ കറക്റ്റ് എത്തിക്കുന്നുണ്ട്. 9:20 ആകുമ്പോഴേക്കും നമുക്ക് എത്താം. ഇതിനേക്കാളും മുന്നേ വരണമെങ്കിൽ വേറെ ട്രെയിനുകളുണ്ട്. JS ഇത് കഴിഞ്ഞിട്ടാണ് വരണത്. പക്ഷേ JS ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് തൃശ്ശൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. പക്ഷേ ഇതൊരു നല്ല ഓപ്ഷനാണെന്ന് ഞാൻ പറയുള്ളൂ. നമ്മളിത് സൗത്തിലേക്ക് കയറുകയാണ്. നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ സൗത്തിൽ വന്ന് എത്തി 9:20. ഇനി നമുക്ക് അടുത്തത് പോകുന്ന കടവന്തരയാണ്. ഇവിടെ നിന്ന് നമ്മൾ വേറൊരു പ്ലാറ്റ്ഫോമിലേക്ക് മാറി കയറിയാണ് കടവന്തര പോകാനായിട്ട്. ഞാൻ ഊബർ നോക്കിയിട്ടുണ്ട്. ഊബർ ഒരു പുറത്ത് പോയി കഴിഞ്ഞാൽ ഊബർ ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ അത് പിടിച്ച് നമുക്ക് നേരെ കടവന്തര പോകാം. അങ്ങനെ നേരെ ഞാൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഫുട് ഓവർ ബ്രിഡ്ജ് കൂടെ കയറി അവിടെ നിന്നൊന്ന് വീഡിയോ ഒക്കെ എടുത്തൊന്ന് കറങ്ങിയിട്ട് ഞാൻ നേരെ സ്റ്റേഷൻ്റെ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൻ്റെ എക്സിറ്റിലേക്കാട്ടോ പോയത്. അവിടെയാണ് ഞാൻ ബുക്ക് ചെയ്യുന്ന ഊബർ വന്നിരുന്നത്. സോ കറക്റ്റ് സമയത്ത് തന്നെ ഊബർ ചേട്ടൻ വന്നു. നമ്മൾ നേരെ ഊബർ ഓട്ടോ പിടിച്ച് കടവന്തരയ്ക്ക് പോയിട്ടോ. രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ ബ്ലോക്കൊന്നും നമുക്ക് കിട്ടിയിരുന്നില്ല. വേഗം തന്നെ പോകാൻ പറ്റിയിട്ടോ. അപ്പോൾ നമ്മൾ ഓട്ടോയിൽ കയറി ഒരു 4-5 കിലോമീറ്റർ, ഒരു 15 മിനിറ്റ് കൊണ്ട് ചേട്ടൻ നമുക്ക് അവിടെ എത്തിച്ചു തന്നു നമ്മളെ. അങ്ങനെ ഇവിടെ എത്തി. കടവന്തരയുള്ള ഈ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പുറത്തുനിന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്തുവെന്നേ ഉള്ളൂ. അകത്ത് കയറി എന്താ അവസ്ഥ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് കാണാം. അങ്ങനെ അവിടുത്തെ തിരക്കൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും വിശന്ന് വയ്യാണ്ടായിട്ടോ. അപ്പോൾ ഞാൻ നേരെ ഒരു ഹോട്ടൽ തപ്പിപ്പിടിച്ച് എടപ്പള്ളി തന്നെ ശരവണപാറ എന്നൊരു ഹോട്ടലാണ്. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് ലുലുവിലേക്ക് പോയി ഈസി ആയിരുന്നു. അപ്പോൾ അവിടെ പോയി ഫുഡ് ഡേയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ലുലുയുടെ അകത്തേക്ക് കയറിട്ടോ. ലുലുയുടെ അകത്തേക്ക് കയറിയിട്ട് ഏതാണ്ടൊക്കെ ഒരു 4:30 വരെ 4:45 വരെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ നേരെ ഏറ്റവും ടോപ്പിലത്തെ ഫ്ലോറിൽ നിന്ന് ആ മെട്രോ കണക്റ്റിൽ കൂടെ തന്നെ ഞാൻ നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് പോയിട്ടോ. അവിടെ പോയിട്ട് ഞാൻ മഹാരാജാസിലേക്കാണ് ടിക്കറ്റ് എടുത്തത്. എടപ്പള്ളി മഹാരാജാസ് എനിക്ക് 30 രൂപ ചാർജ് ആയുള്ളൂ കേട്ടോ. പക്ഷേ അവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു. ഒരു 20 മിനിറ്റോളം എനിക്ക് അവിടെ സമയം വേണ്ടി ഒന്ന് ടിക്കറ്റ് എടുക്കാൻ. അത് കഴിഞ്ഞ് മെട്രോയിൽ കയറിയപ്പോൾ അതിനേക്കാട്ടിലും തിരക്ക്. ഞാൻ അപ്പോൾ അതൊക്കെ ഒരു സൈഡ് സീറ്റൊക്കെ പിടിച്ച് ആ തിരക്കിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഞാൻ മെട്രോയുടെ ഒരു കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പതുക്കെ മഹാരാജാസിൽ ഒരു 20-25 മിനിറ്റ് ആകുമ്പോഴേക്ക് എത്തിയിട്ട് ഒരു 5:15 ആകുമ്പോഴേക്കും ഞാൻ പതിയെ മഹാരാജാസ് എത്തി. അങ്ങനെ എല്ലാ കറക്കവും കഴിഞ്ഞ് ലാസ്റ്റ് മറൈൻ ഡ്രൈവിൽ എത്തിയിരിക്കുകയാണ്. ലുലുന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ലുലുവിലൊക്കെ ആകെ തിരക്കും. പിന്നെ അവിടെ പെർമിഷൻ ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ലാസ്റ്റ് വന്നിരിക്കുകയാണ് മറൈൻ ഡ്രൈവ്.
ബ്രോഡ്വേയിലേക്ക് പോകണമെന്നുണ്ട്. അപ്പോൾ ആദ്യം ഇവിടെ വന്നിട്ട് ബ്രോഡ്വേ പോകുന്നുള്ളൊരു പ്ലാനിലാണ്. നല്ല അടിപൊളി സൺസെറ്റ് ഒക്കെ കാണാനുള്ള രീതിക്കാണ് വന്നത്. വൈകിട്ടത്തെ തിരക്കാണ് നമ്മൾ കാണുന്നത് മറൈൻ ഡ്രൈവിൽ. ഇന്നൊരു വീക്കെൻഡ് പോലെയാണ്, ഫ്രൈഡേ വീക്കെൻഡ് തന്നെയാണ്. പക്ഷേ നമ്മൾ വിചാരിച്ചത്ര തിരക്കൊന്നും മറൈൻ ഡ്രൈവിൽ കാണാനില്ല. സോ എനിക്ക് കുറച്ച് അടിപൊളിയായിട്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റി. ഭയങ്കര തിരക്കാണെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നതിനെ വീഡിയോ എടുക്കാനായിട്ട്. പക്ഷേ ഇത് അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റി കേട്ടോ. ഞാൻ മേലെ ചെന്നിട്ട് ഇതിൻ്റെ ടോപ്പ് വ്യൂ കാണിച്ചു തരാവേ. ഇതാ നമ്മുടെ മറൈൻ ഡ്രൈവിൻ്റെ ടോപ്പ് വ്യൂ. ആ ഒരു സൺസെറ്റും ആ ബോട്ട് നിൽക്കുന്നതും അതേപോലെ തന്നെ ഒരു ചെറിയൊരു തുരുത്ത് പോലെയും പിന്നെ ഷിപ്പ് യാർഡൊക്കെ കാണാൻ എന്ത് ലുക്കല്ലേ. ഈ സമയത്ത് തന്നെ വരണം കേട്ടോ ഇവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. ഒരു അടിപൊളി സൺസെറ്റും ഒരു വൈബൊക്കെ അടിച്ച് നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. നല്ല അടിപൊളി ഫീൽ തന്നെയാണ് കേട്ടോ. അപ്പുറത്തെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് യൂസ്വലി പോകുന്ന പോലെ റോഡ്, വണ്ടികൾ, കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒരുവിധം കൊച്ചിയൊക്കെ ഒന്ന് കറങ്ങി. ലുലു മോളിൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് മരിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഷൂട്ടിംഗ് പെർമിഷനൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് മരിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. പക്ഷേ മറൈൻ ഡ്രൈവിൽ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന ദിവസമൊക്കെ നല്ല രീതിക്ക് പകർത്തിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ പതുക്കെ ഇറങ്ങുകയാണ്. ഇനി ഫുഡ് അടിക്കണം. ഫുഡ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ പണിയൊന്നുമില്ല. സൗത്തിൽ നിന്നാണ് ട്രെയിൻ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നീ ഇവിടെ നിന്ന് ഓട്ടോറിക്ഷയൊക്കെ പിടിച്ച് സൗത്തിലേക്ക് പോകണം. ഫുഡ് അടിച്ച് കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. അത് എത്രത്തോളം ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന അറിയില്ല. ഇപ്പം തന്നെ ആകെ ടയർഡായിട്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ പറ്റണ രീതിക്ക് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ മറൈൻ ഡ്രൈവിലെ കറക്കൊക്കെ അവസാനിപ്പിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ 7:20 8:30 ട്രെയിൻ. നമ്മുടെ എക്സാക്ട്ലി ഒരു മണിക്കൂറിൻ്റെ അടുത്ത് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോ ചേട്ടൻ അവിടേക്ക് വേഗം എത്തിച്ചേരാന്ന് പറഞ്ഞു. സൗത്തിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിലാണ് ഞാൻ ചെന്ന് ഫുഡ് അടിച്ചത് കേട്ടോ. അവിടെ നിന്ന് ഫുഡ് അടിച്ചിട്ട് പിന്നെയും ഒരു 1 കിലോമീറ്റർ സ്റ്റേഷനിലേക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നടക്കാൻ ആലോചിച്ചില്ല. ഞാൻ വേഗം വേറൊരു ഓട്ടോ എടുത്ത് സ്റ്റേഷനിലേക്ക് എത്തുകയാണ് ചെയ്തത് കേട്ടോ. സ്റ്റേഷൻ്റെ എൻട്രൻസിൽ എത്തിയപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. പിന്നെ ഞാൻ പതുക്കെ പോയിട്ട് ആ ഇൻഫർമേഷൻ സെൻറ്ററിൽ പോയിട്ട് കോച്ച് പൊസിഷനും ഏത് പ്ലാറ്റ്ഫോമാണെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഫസ്റ്റ് എന്താണെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ നേരെ ഫസ്റ്റിൽ പോയി ഒരു കുപ്പി വെള്ളവും മേടിച്ച് അവിടെ ഞാൻ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ രാവിലെ നമ്മൾ വന്നിറങ്ങി അതേ സ്റ്റേഷനിൽ നമ്മളിത് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് കേട്ടോ. തൃശ്ശൂരിലേക്കുള്ള യാത്ര, തിരിച്ചുള്ള റിട്ടേൺ യാത്രയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. ഇനിയിപ്പോൾ ട്രെയിനിൽ തിരക്ക് കാരണം എത്രത്തോളം ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ.